ഫിയർ ഓഫ് ക്ലോസ് ദ സെയിൽ. ക്ലോസ് ചെയ്യാൻ പേടിയാണ്. അതായത് നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു 6-7 ദിവസം ഒരു വ്യക്തി ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു വരികയാണ്. ഈ കടന്നു വന്ന് ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് ആ ഒരു വ്യക്തിക്ക് പ്ലാൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവനെ പർച്ചേസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്ലോസിംഗ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു പേടി. എന്തുകൊണ്ടാണ് പേടി? ഇവിടെ പല ആളുകളെ സംബന്ധിച്ച് ഈ പേടി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇവൻ ഇത് പർച്ചേസ് ചെയ്യാൻ അവൻ അഫോർഡബിൾ ആകുമോ, അവൻ ഇത് പർച്ചേസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇനി പർച്ചേസിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇവൻ റിയാക്ട് ചെയ്യുമോ, എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ അവരുടെ മൈൻഡിൽ എങ്ങനെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യില്ല, ക്ലോസിംഗ് പ്രോപ്പറായിട്ട് ചെയ്യില്ല, അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ചെയ്യാൻ അവർക്കുള്ള സ്കില്ലുണ്ടാകും, പക്ഷേ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട് പല ആളുകൾക്കും. അതായത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പേടി മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല അവരോട് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അവരോട് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ലീഡ് നമ്മളുടെ കയ്യിൽ നിന്ന് അത്രയും ദിവസം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന ലീഡ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയാതെ അത് നമുക്ക് മിസ്സായി പോകാനോ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടാനോ ഒക്കെ ഒരുപാട് ചാൻസസ് ഉണ്ടാവാറുണ്ട്. പല ആളുകൾക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെന്താണ് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ? ഈ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ലാസ്റ്റ് സ്റ്റേജിൽ നടക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. ഈ ഒരു ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു ലീഡ് വരുമ്പോൾ ആ ഒരു സ്റ്റേജ് മുതലേ അതിനുള്ള പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവനെ കൃത്യമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. ഇതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? അവന് ആ ഒരു ലീഡ് ജനറേറ്റ് ചെയ്ത് അവൻ വന്ന ആ ഒരു ഫസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ മുതൽ അവന് കൊടുക്കുന്ന ഓരോ ട്രെയിനിങ്സിലാണെങ്കിലും, അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും, അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും, അവനുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് സംസാരിച്ച് അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന്റെ എല്ലാ ഡൗട്ട്സുകളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു സപ്പോർട്ടും കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അവന് നമ്മൾ പ്ലാൻസ് ഒക്കെ പ്രസന്റ് ചെയ്ത് അവനെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അവനെ ഇനി എങ്ങനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. തുടക്കം മുതലേ ഉള്ള നമ്മളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ്, നമ്മുടെ ആക്ഷൻ എങ്ങനെയാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കും.